പ്രവാചകൻ തന്റെ ജീവിതത്തിൽ ആത്മാർത്ഥതയോടുകൂടി നടത്തിയ ചില ദുആകളുണ്ട്, ആത്മാർത്ഥതയോടുകൂടി നടത്തിയ ചില പ്രാർത്ഥനകളുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തതായി പ്രവാചകൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. 3 കാര്യങ്ങൾ ഞാൻ എന്റെ റബ്ബിനോട് ചോദിച്ചു. ഒന്നാമത്തെ കാര്യം എന്താണ്? അല്ലാഹുവേ, എന്റെ ഈ ഉമ്മത്തിന് പുറത്തുള്ളൊരു ശത്രുക്കളാൽ പൂർണ്ണമായും കീഴടക്കപ്പെടുത്തരുത് റബ്ബേ. പൂർണ്ണമായും അവർ കീഴടക്കപ്പെടുന്ന രൂപത്തിലേക്ക് അവരെ നീ ആക്കി തീർക്കരുതേ റബ്ബേ എന്ന് ഞാൻ എന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്റെ റബ്ബിനിക്കത് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര പള്ളികൾ തകർത്താലും, എത്ര ആരാധനാലയങ്ങൾ തകർത്താലും, എന്തൊക്കെ അക്രമങ്ങൾ കാട്ടിക്കൂട്ടിയാലും ലോകത്തുള്ള മുസ്ലിം ഉമ്മത്തിനെ ഒരുമിച്ച് കീഴടക്കുക എന്നത്, ലോകത്തുള്ള മുസ്ലിം ഉമ്മത്തിനെ ഒരേ അവസരത്തിൽ ഇല്ലാതെയാക്കുക എന്നത് അസാധ്യമാണ് എന്ന് അള്ളാന്റെ റസൂലിന്റെ ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ റസൂൽ പറയുകയാണ്, ഞാൻ എന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചു, പൊതുവായി വരുന്ന ഒരു ഭയാനകമായ അദാബിലൂടെ എന്റെ ഉമ്മത്തിനെ മുഴുവൻ നശിപ്പിച്ചു കളയരുതേ റബ്ബേ എന്ന് ഞാൻ എന്റെ റബ്ബിനോട് ദുആ ചെയ്തിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനയ്ക്കും എന്റെ റബ്ബിനിക്ക് ഉത്തരം നൽകിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, വകം അഹ്ലക്നാ മിൻ ഖബ്ലിഹിം മിൻ ബഅദി നൂഹ് വകഫാ ബിറബ്ബിക ബിദുനൂബി ഇബാദിഹി ഖബീറൻ ബസീറാ. മഹാനായ പ്രവാചകൻ നൂഹിന് ശേഷം എത്രയെത്ര സമുദായങ്ങളാണ്, ജനപദങ്ങളാണ്, നാഗരികതകളാണ് ഇന്നലകളുടെ ചരിത്രത്തിന്റെ താളുകളിൽ നശിപ്പിക്കപ്പെട്ടത്. വെള്ളം കൊണ്ട് നശിപ്പിക്കപ്പെട്ടവരുണ്ട്, കാറ്റുകൊണ്ട് നശിപ്പിക്കപ്പെട്ടവരുണ്ട്, അമ്ലമഴ കൊണ്ട് നശിപ്പിക്കപ്പെട്ടവരുണ്ട്, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ കൊണ്ട് നശിപ്പിക്കപ്പെട്ട രാജ്യങ്ങളും സമുദായങ്ങളും ലോകത്തുണ്ട്. ചരിത്രത്തിന്റെ ഇന്നലകളിൽ ഒരുപാട് നാഗരികതകൾ ചരിത്രത്തിന്റെ യവനികയിലേക്ക് മറഞ്ഞുപോയിട്ടുണ്ട്. എന്നാൽ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, എന്റെ ഉമ്മത്തിനെ ആ രീതിയിൽ മുച്ചൂടും നശിപ്പിക്കരുത് എന്ന് എന്റെ റബ്ബിനോട് ഞാൻ ദുആ ചെയ്തിട്ടുണ്ട്, എന്റെ റബ്ബിനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ ഉമ്മത്തെ നിങ്ങൾ പാടെ അല്ലാഹുവിന്റെ അദാബിനാൽ നശിപ്പിക്കപ്പെടുകയില്ല. മൂന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, റബ്ബേ, എന്റെ ഉമ്മത്തിന് നീ ഒരുമ നൽകണമേ, അവർക്കിടയിൽ നീ ഭിന്നിപ്പുണ്ടാക്കരുതേ, അവർക്കിടയിൽ നീ വിഭാഗീയത ഉണ്ടാക്കരുതേ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതെനിക്ക് തന്നിട്ടില്ല, അതെനിക്ക് നൽകപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഉമ്മത്തുള്ള കാലത്തോളം വിഭാഗീയതകൾ ഉണ്ടാകും, ഗ്രൂപ്പുകൾ ഉണ്ടാകും. ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു മറുപടി നൽകാത്തത് കൊണ്ട് തന്നെ ഈ ഉമ്മത്തിന് ആ ഒരു കാര്യത്തിൽ നിന്ന് വിടുതൽ നൽകപ്പെട്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് വെച്ച് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനോടുള്ള അങ്ങേയറ്റത്തെ ഗുണകാംക്ഷയാൽ നടത്തിയ പ്രാർത്ഥനകളാണ്. ആ പ്രാർത്ഥനയുടെ ഫലത്തിന്റെ ഗുണഭോക്താക്കളാണ് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും. ഈ ദുനിയാവിൽ അവസാനിക്കുന്നില്ല. നാളെ പരലോകത്ത് ഹശ്റിന്റെ മൈതാനിയിലെത്തുമ്പോ ലോകത്ത് കടന്നു വന്ന സകല പ്രവാചകന്മാരും അവരുടെ കാര്യങ്ങൾ ആലോചിച്ച് ദുഃഖിക്കുമ്പോ, ഭയപ്പെടുമ്പോ, തന്റെ ഉമ്മത്തിന് വേണ്ടി റബ്ബിന്റെ മുന്നിൽ ശഫാഅത്ത് ചെയ്യാൻ തയ്യാറാകുന്ന, അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിലേക്ക് വീഴുന്ന ഉമ്മത്തിൽപ്പെട്ട ആളുകൾ സിറാത്ത് പാലം കടക്കുമ്പോ യാ റബ്ബി സല്ലിം സല്ലിം എന്ന് പറഞ്ഞ് റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവാചകനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഈ ഉമ്മത്തിന് നൽകപ്പെട്ട ഏറ്റവും വലിയ കാരുണ്യം എന്ന് പറയുന്നത് അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് ഞാൻ പറയാൻ കാരണം. അതുപോലെ തന്നെ രണ്ടാമതായി ഈ ഉമ്മത്തിന് നൽകപ്പെട്ട വലിയ കാരുണ്യമാണ് പ്രിയപ്പെട്ടവരെ, ആയുസ് കൊണ്ടും ആരോഗ്യം കൊണ്ടും മുൻകഴിഞ്ഞ സമുദായങ്ങളുമായി താരതമ്യം ചെയ്തു നോക്കുമ്പോൾ നമ്മൾ എത്രയോ പിറകിലാണ്, നമ്മൾ എത്രയോ ബാക്കോട്ടാണെന്നാൽ ഈ ഉമ്മത്താണ് ആദ്യമായി സ്വർഗത്തിൽ കിടക്കുക. സ്വർഗത്തിന്റെ വാതിൽ തുറന്നുകൊണ്ട് അല്ലാഹുവിന്റെ മലക്കുകളുടെ അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് സ്വർഗത്തിന്റെ പറുദീസയിലേക്ക് ആദ്യമായി കാലെടുത്തു വെക്കുന്നത് ഈ ഉമ്മത്താണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഒരുപാട് ആയുസ് ലഭിച്ചിട്ടില്ല മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മത്തിന് 9 നൂറ്റാണ്ടുകളുടെ ആയുസ് ഉണ്ടായിട്ടുണ്ട്. ഹൂദ് നബിയുടെ, സ്വാലിഹ് നബിയുടെ പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും അവർ ജീവിച്ചിട്ടുണ്ടെന്നാൽ അത്രയൊന്നും ആയുസ്സില്ലെങ്കിലും അവരെ പോലെയുള്ള ആദ്യ സമുദായത്തിന് നൽകപ്പെട്ടതുപോലെയുള്ള ആരോഗ്യമില്ലെങ്കിലും നാളെ പരലോകത്തെത്തുമ്പോ
ആദ്യമായി സ്വർഗപ്രവേശനത്തിന് അർഹത നൽകപ്പെടുന്നത്, ആദ്യമായി സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്നത് ഈ ഉമ്മത്താണ് എന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഉമ്മത്തിന് നൽകപ്പെട്ട വേറൊരു കാരുണ്യമാണ് മൂന്നാമതായി പരിശുദ്ധ ഖുർആൻ. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ. അല്ലാഹു പറയുകയാണ്, പരിശുദ്ധ ഖുർആൻ ഞാനിതാ അവതരിപ്പിക്കുകയാണ്. ആ ഖുർആനിൽ ചില വചനങ്ങളുണ്ട്, ആ വചനങ്ങളിൽ ശിഫയുണ്ട്. ആ വചനങ്ങൾ അല്ലാഹുവിന്റെ അടിയാറുകൾക്ക്, ഇബാദുകൾക്ക്, മുഅ്മിനുകൾക്ക് കാരുണ്യമാണ്. വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ. അക്രമകാരികളായ ആളുകൾക്ക് ഇത് നഷ്ടമല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല എന്ന് പടച്ചറബ് പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അവസാനമായും നാലാമതായും നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ കാരുണ്യം എന്താണെന്നറിയുമോ? ഈ ഉമ്മത്തിന്റെ ഒന്നാമത്തെ തലമുറയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ സുഹബത്ത് നേടിയ, അള്ളാഹുവിന്റെ റസൂലിന്റെ സദസ്സിലിരുന്നു കൊണ്ട് ആ വായിൽ നിന്നൊഴുകി വീഴുന്ന മണിമുത്തുകൾ ജീവിതത്തിലേക്ക് പകർത്തിയെടുത്ത ആ മഹാരഥന്മാരായ ഒന്നാം നൂറ്റാണ്ടിൽ ജീവിച്ച സ്വഹാബത്തുണ്ടല്ലോ. ആ സ്വഹാബത്ത് ഈ ഉമ്മത്തിന് നൽകപ്പെട്ട വലിയ കാരുണ്യമാണ്. ഈ ഉമ്മത്തിന് അല്ലാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്. അവരവരുടെ ജീവിതത്തിൽ അനുഭവിച്ച ത്യാഗം എത്രയാണ് പ്രിയപ്പെട്ടവരെ, അവരവരുടെ ജീവിതത്തിൽ അനുഭവിച്ച പ്രയാസങ്ങൾ എത്രയാണ്. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു, അമ്മാർ ഇബ്നു യാസിർ, ഖബ്ബാബ്, സുമയ്യ, എണ്ണമറ്റ പേരുകൾ ഇന്നലകളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, ചരിത്രങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. രോമമെഴുന്നേറ്റ് നിൽക്കുന്ന, കണ്ണ് നിറഞ്ഞു പോകുന്ന, കണ്ടമിടറിപ്പോകുന്ന, ചുണ്ടുകൾ വിറച്ചു പോകുന്ന എത്രയോ ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. രക്തം നൽകിയവർ, ജീവൻ നൽകിയവർ, സമ്പത്ത് നൽകിയവർ, ജീവിതത്തിൽ എന്തൊക്കെ നേടിയെടുത്തിട്ടുണ്ടോ അതെല്ലാം തൗഹീദിന് വേണ്ടി നൽകിയവർ, അതെല്ലാം ഈ പരിശുദ്ധമായ മതത്തിന്റെ പ്രചാരണത്തിന് വേണ്ടി നൽകിയവർ. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ റസൂൽ ഹജ്ജത്തുൽ വിദാഇന്റെ പ്രസംഗം നടത്തുമ്പോ അവിടുത്തെ മുന്നിൽ കൂടി നിന്ന 1,00,000 വരുന്നവർ സഹാബികളതാ ലോകത്തിന്റെ അഷ്ടദിക്കുകളിലേക്ക് പുറപ്പെടുകയാണ്. സപ്തസാഗരങ്ങളും പീഠഭൂമികളും മാമലകളും കടന്നുകൊണ്ട് ലോകത്തിന്റെ നാനാദിക്കുകളിലേക്ക് കടന്നു ചെന്ന് ഇലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വചനത്തിന്റെ പ്രബോധനവും പ്രചാരണവും നടത്തുകയാണ്. ഇന്ന് ലോകത്തെ 4 മനുഷ്യരെ എടുത്താൽ ഒരാൾ മുസ്ലിമായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ 2 ബില്യണിലധികം മുസ്ലിങ്ങൾ, ലക്ഷക്കണക്കിന് പള്ളികൾ, ലക്ഷക്കണക്കിന് സ്ഥാപനങ്ങൾ ലോകത്തിന്റെ ഭൂപ്രതലത്തിൽ പല ഭാഗങ്ങളിലുമായി നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അത് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിന്റെ പ്രവർത്തനത്തിന്റെ പരിണിത ഫലമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, നമ്മുടെ സ്വഹാബത്തിനെ, നമ്മുടെ പൂർവ്വതലമുറയെ, നമ്മുടെ ഒന്നാമത്തെ തലമുറയെ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒന്നാമത്തെ തലമുറയുമായി നമ്മൾ താരതമ്യം ചെയ്താൽ വേറിട്ട് നിൽക്കുന്ന ശ്രേഷ്ഠമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക. നമുക്കറിയാം, മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം തന്റെ ഉമ്മത്തുമായി ഇറങ്ങി തിരിച്ച് ഈജിപ്തിൽ നിന്ന് പലായനം ചെയ്യാൻ വേണ്ടി ചെങ്കടലിന്റെ മുന്നിലെത്തിയപ്പോ എത്രയോ അത്ഭുതങ്ങൾ കൊണ്ട് അല്ലാഹു ആ സമുദായത്തെ ബഹുമാനിച്ചിട്ടുണ്ട്, ആദരിച്ചിട്ടുണ്ട്, അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കടലിന്റെ തിരമാലകൾ, ചെങ്കടലിന്റെ തിരമാലകൾ വലിയ 2 പർവ്വതങ്ങൾ പോലെ ആ മനുഷ്യരുടെ മുന്നിലേക്ക് താഴ്മയോടെ, അനുസരണയോടെ മാറി നിന്നിട്ടുണ്ട്. ആ ജനപദത്തിന്റെ മുന്നിൽ വെച്ച് ഫിർഔൻ എന്ന ധിക്കാരിയും അഹങ്കാരിയുമായ അധീശാധികാരി മരണപ്പെട്ടിട്ടുണ്ട്. ഇത്രയൊക്കെ അത്ഭുതങ്ങൾ അവർ കണ്ടിട്ടും ഇതിനെല്ലാം അവരെ സാക്ഷ്യം വഹിച്ചിട്ടും ഈ ആയത്തുകൾക്കെല്ലാം നേരിട്ട് സാക്ഷ്യം വഹിക്കാൻ അവർക്ക് ഭാഗ്യം ലഭിച്ചിട്ടും കടൽ കടന്നുകൊണ്ട് യാത്ര തുടർന്നപ്പോ അതാ ഒരു സമുദായം തങ്ങളുടെ ബിംബത്തിന് മുന്നിലിരുന്നു കൊണ്ട് ആരാധന നടത്തുന്നതാണ് അവരെ കാണുന്നത്. വജാവസ്നാ ബിബനി ഇസ്രാഈലൽ ബഹ്റ ഫഅത്ബഅഹും ഫിർഔന വജുനൂദഹു ബഗ്യൻ വഅദ്വാ ഹത്താ ഇദാ അദ്റകഹുൽ ഗറഖ എന്ന് തുടങ്ങുന്ന ആയത്തിൽ പടച്ചറബ് വിശദീകരിക്കുകയാണ്. അങ്ങനെ ആ കടൽ കടന്നുകൊണ്ട് അവർ യാത്ര ചെയ്യുമ്പോ അവർ കാണുന്നത് ബിംബത്തിന്റെ മുന്നിൽ ഭജന പിരിക്കുന്ന, ബിംബത്തിന്റെ മുന്നിൽ ആരാധനകൾ അർപ്പിക്കുന്ന ഒരു ബഹുദൈവാരാധകരെയാണ്. ഈ ആരാധനാ ബിംബത്തെ കാണിച്ചുകൊണ്ട് അവർ പറയുകയാണ്, അവർക്ക് ഈ ഭജനം ഇരിക്കാൻ, ആരാധിക്കാൻ ഈ ബിംബമുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ബിംബം ഉണ്ടാക്കി തന്നുകൂടെ, ഞങ്ങൾക്കും ഒരു ഇലാഹ് ഉണ്ടാക്കി തന്നുകൂടെ? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മറുചോദ്യം, ഖാല അഗൈറല്ലാഹി അബ്ഗീകും ഇലാഹാ,
വഹുവ ഫദ്ദലകും അലൽ ആലമീൻ. അല്ലാഹു അല്ലാത്തൊരു ഇലാഹിനെയാണോ നിങ്ങൾ പകരം തേടുന്നത്? എന്നാൽ പടച്ച റബ്ബാകട്ടെ മാലോകർക്ക് മുകളിൽ നിങ്ങൾക്ക് ശ്രേഷ്ഠത നൽകിയിരിക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെയുള്ള ആ സമുദായത്തിന്റെ പൂർവികരുടെ ചരിത്രമാണിത്. നമ്മുടെ ഉമ്മത്തിന്റെ പൂർവികർക്ക് ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം എന്താണ് പ്രിയപ്പെട്ടവരെ? അള്ളാന്റെ റസൂലിന്റെ വാക്ക് കേട്ടുകൊണ്ട് മക്കയിലുള്ളതെല്ലാം വലിച്ചെറിഞ്ഞ്, സമ്പത്ത് വലിച്ചെറിഞ്ഞ്, കുടുംബം വലിച്ചെറിഞ്ഞ്, നാളുവരെ ജീവിച്ച പരിചയക്കാരെയും ആ നാടിനോടുള്ള മുഹബ്ബത്തും വലിച്ചെറിഞ്ഞുകൊണ്ട് അവർ പലായനം ചെയ്യുമ്പോ മക്കയുടെ പ്രാന്തപ്രദേശത്ത് വെച്ച് അവർ പിടിക്കപ്പെട്ടപ്പോ മഹാനായ ശുഐബ് സിനാൻ റൂമി എന്ന് പറയുന്ന മഹാരഥനായ സ്വഹാബി തന്റെ ജീവിതത്തിൽ സമ്പാദിച്ച സമ്പാദ്യങ്ങൾ മുഴുവൻ ഒരു വേദനയുമില്ലാതെ, ഒരു പ്രയാസവുമില്ലാതെ, ഒരു മടിയുമില്ലാതെ പൂർണ്ണമായി മുസ്ലിമാകുന്നതിന് വേണ്ടി, ഇസ്ലാമിലേക്ക് പൂർണ്ണമായി കിടക്കുന്നതിന് വേണ്ടി, ഹിജ്റ പൂർത്തിയാക്കുന്നതിന് വേണ്ടി, അള്ളാന്റെ റസൂലിന്റെ സവിധത്തിൽ എത്തിച്ചേർന്നതിന് വേണ്ടി ഒരു മടിയും പ്രയാസവുമില്ലാതെ സമ്പത്ത് മുഴുവൻ വലിച്ചെറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ വഹദാനിയത്തിന്റെ പരമപരിശുദ്ധി നേടിപ്പോയ ഒന്നാം നൂറ്റാണ്ടുകാരെയാണ് മുസ്ലിം ഉമ്മത്തിന് പറയാനുള്ളത്. എല്ലാം ത്യജിച്ച ഈ ദീനിനു വേണ്ടി, ഈ മതത്തിനു വേണ്ടി, റബ്ബിനു വേണ്ടി എല്ലാം വേണ്ട എന്ന് വെച്ച ഒന്നാം നൂറ്റാണ്ടുകാരെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്, പരിചയപ്പെടുത്താനുള്ളത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മത്ത് ഇത്രയെല്ലാം അത്ഭുതങ്ങൾ കണ്ടിട്ടും ഖുദ്സിന്റെ മണ്ണിലെത്തിയപ്പോ, ഖുദ്സിന്റെ ഭൂമിയിലെത്തിയപ്പോ അവരോട് യുദ്ധം ചെയ്യാൻ കൽപ്പനയുണ്ടാവുകയാണ്. ജിഹാദ് ചെയ്യാൻ, യുദ്ധം ചെയ്ത് ആ നാടവരുടെ വാഗ്ദത്ത ഭൂമി കൈക്കലാക്കാൻ കൽപ്പനയുണ്ടാവുകയാണ്. ആ മനുഷ്യരുടെ മറുപടി എന്താണ്? ഖാലൂ യാ മൂസാ ഇന്നാ ലൻ നദ്ഖുലഹാ അബദൻ മാ ദാമൂ ഫീഹാ ഫദ്ഹബ അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹാഹുനാ ഖാഇദൂൻ. മൂസാ, ഞങ്ങൾ വരൂലട്ടോ, ഞങ്ങൾ പ്രവേശിക്കാൻ തയ്യാറല്ല, ഞങ്ങൾ യുദ്ധം ചെയ്യാൻ തയ്യാറല്ല. നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തു കൊള്ളുക, നീയും നിന്റെ റബ്ബും പോയി പോരാടിക്കൊള്ളുക. ഞങ്ങൾ ഇങ്ങനെ ഇവിടെ ഇരിക്കാം. നിങ്ങൾ പോരാട്ടം ജയിച്ചു വന്നാൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ വരാം, ഞങ്ങൾ ആ നാട്ടിലേക്ക് പ്രവേശിക്കാമെന്ന് പറഞ്ഞ് ആദ്യത്തെ ജിഹാദിലേക്കുള്ള, ആദ്യത്തെ സമർപ്പണത്തിലേക്കുള്ള വിളിയുണ്ടായപ്പോ പച്ചയായ ധിക്കാരം കാണിച്ച ആ ജൂത സമുദായത്തിന്റെ, ആ സമുദായത്തിന്റെ ഒന്നാം തലമുറക്ക് പകരം ഈ ഉമ്മത്തിന് കാണിക്കാനുള്ള സമുദായം ഏതാണ് പ്രിയപ്പെട്ടവരെ? ബദറിന്റെ രണഭൂമിയിലേക്ക് പുറപ്പെട്ടപ്പോ ഒട്ടിയ വയറുകളും മുന്തിയ വാരിയല്ലുകളും കുഴിഞ്ഞുപോയ കല്ലുകളും കുഴിഞ്ഞുപോയ കണ്ണുകളുമായി ആകെ അവശരായ നിലയിൽ അവർ ഈ ബദർ യുദ്ധത്തിന്റെ രണഭൂമിയിലേക്ക് പുറപ്പെട്ടു പോയപ്പോ അപ്പുറത്തവരെ കാത്തു നിൽക്കുന്നത് സർവസന്നാഹങ്ങളുമുള്ള സൈന്യമാണ്. തിന്നും കുടിച്ചും രസിച്ചും കൂത്താടിയും നൃത്തമാടിയും വരുന്ന ആ മദീനയെ മുഴുവൻ മുച്ചൂടും നശിപ്പിക്കാൻ തയ്യാറെടുത്തു വരുന്ന, എന്തിനും തയ്യാറായി വരുന്ന ശത്രുക്കളാണ് അവരുടെ മുന്നിലുള്ളത്. ആ യുദ്ധത്തിലേക്ക് അവർ ക്ഷണിക്കപ്പെട്ടപ്പോ അത്ഭുതങ്ങൾക്ക് അവർക്ക് കാണിക്കപ്പെട്ടിട്ടില്ല. ഹിജ്റയിൽ അത്ഭുതങ്ങൾ കാണിക്കപ്പെട്ടിട്ടില്ല. പല സ്വഹാബികളും നഗ്നപാതരായിട്ടാണ് ഹിജ്റ ചെയ്തത്. പല സ്വഹാബികളും കാൽനടയായിക്കൊണ്ടും അതുപോലെ തന്നെ പല തീവ്രമായ ത്യാഗങ്ങൾ സഹിച്ചിട്ടുമാണ് യുദ്ധം ചെയ്തിട്ടുള്ളത്. മൂസാ നബിയുടെ ഉമ്മത്തിന് കാണിക്കപ്പെട്ടതുപോലെയുള്ള അത്ഭുതങ്ങൾ ഹിജ്റയിൽ അവർ കണ്ടിട്ടില്ല. എന്നിട്ടും പ്രിയപ്പെട്ടവരെ, ബദറിന്റെ ഭൂമിയിലേക്ക് അവർ ക്ഷണിക്കപ്പെട്ടപ്പോ അവർ പറഞ്ഞിരുന്നാണെന്നറിയുമോ? ചരിത്രത്തിൽ പ്രസിദ്ധമാണ്, ചരിത്രത്തിൽ തങ്കലിപികളാൽ രേഖപ്പെട്ട് കിടക്കുന്ന, വായിക്കുമ്പോൾ ഉമ്മത്തിലെ ഓരോ അംഗങ്ങൾക്കും രോമാഞ്ചമുണ്ടാകുന്ന, അഭിമാനബോധമുണ്ടാകുന്ന ചരിത്രമാണ് ഒന്നാം തലമുറ കൊടുത്തത്. എന്താ അവർ പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂലേ, മൂസാ നബിയോട് അദ്ദേഹത്തിന്റെ സമുദായം പറഞ്ഞതുപോലെയുള്ള മറുപടി ഞങ്ങൾ പറയില്ല നബിയെ. അത്തരത്തിലുള്ളൊരു വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കുക, ഞങ്ങളുടെ പക്കൽ നിന്ന് അങ്ങ് കേൾക്കുകയില്ല. ബർക്കുൽ ഗിമാദിലേക്കാണ് അങ്ങ് ഞങ്ങളെ നയിക്കുന്നതെങ്കിൽ മടികൂടാതെ നഗ്നബാധരായിട്ടാണെങ്കിലും അങ്ങയുടെ പിന്നാലെ വരാൻ ഞങ്ങൾ തയ്യാറാണ്. ആർത്തലക്കുന്ന കടലിന്റെ തിരമാലകളെ ഭേദിച്ച് സഞ്ചരിക്കാനാണ് അങ്ങ് ഞങ്ങളെ ക്ഷണിക്കുന്നതെങ്കിലും അങ്ങയെ മടികൂടാതെ പിന്തുടരാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ് ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന മുസ്ലിം ഉമ്മത്തിന് വേണ്ടി തുല്യതയില്ലാത്ത ചരിത്രം ധരിച്ച ഒന്നാമത്തെ തലമുറയുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, ഈ ഉമ്മത്തിന്റെ പൂർവികരുണ്ടല്ലോ. ആ പൂർവികൾ ഈ ഉമ്മത്തിന് കിട്ടിയ ഏറ്റവും വലിയ കാരുണ്യമാണ്, ഏറ്റവും വലിയ ബഹുമതിയാണ്, ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അവിടെയും അവസാനിച്ചില്ല. ഈ രണ്ട് പ്രവാചകന്മാരുടെ
മരണം ചരിത്രത്തിൽ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കുക. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മരണം എങ്ങനെയാണ്? അബാരിയും പർവ്വതനിരകളിലെ മുവാബ് മലക്ക് മുകളിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്ത്യശ്വാസം വലിക്കുമ്പോ, കാലഗതി പ്രാപിക്കുമ്പോ അദ്ദേഹം നോക്കിയിരുന്നത് ആ വാഗ്ദത്ത ഭൂമിയിലേക്കാണ്. തന്റെ ജനതയുടെ, തന്റെ കൗമിന്റെ, തന്റെ ഉമ്മത്തിന്റെ അനുസരണക്കേട് കാരണം അള്ളാഹു 40 കൊല്ലത്തേക്ക് നിഷിദ്ധമാക്കിയ ആ വാഗ്ദത്ത ഭൂമിയിലേക്ക് കയറാൻ ഭാഗ്യം ലഭിക്കാതെ, ആ വാഗ്ദത്ത ഭൂമിയിലൊന്ന് നമസ്കരിക്കാൻ, അതിലൊന്ന് സുജൂദ് ചെയ്യാൻ, ഖുദ്സിന്റെ ഭൂമിയിലൊന്ന് സുജൂദ് ചെയ്യാൻ ഭാഗ്യം ലഭിക്കാതെ സങ്കടത്തോടെ ആ ഭൂമി കണ്ടുകൊണ്ട് മരണപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. വേദനയോടെ, സങ്കടത്തോടെ ഈ ലോകത്തു നിന്ന് കാലഗതി പ്രാപിച്ച ആ പ്രവാചകൻ. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന്റെ അന്ന് ഹിജ്റ 11-ാമത്തെ വർഷം റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ദിവസം സുബ്ഹ് നമസ്കാരത്തിന് സ്വഹാബത്ത് സഫ് കെട്ടി നിൽക്കുമ്പോ അള്ളാന്റെ റസൂലിന്റെ മുഖം അവസാനമായി കണ്ട സ്വഹാബികൾ പറയുന്നുണ്ട്, പൂർണ്ണനിലാവിനെ പോലെ ശോഭിക്കുന്ന, സന്തോഷം കൊണ്ട് തിളങ്ങുന്ന മുഖമായിരുന്നു അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായിരുന്നത്. എന്താണ് കാരണം? 2.5 പതിറ്റാണ്ട് കാലത്തെ തന്റെ വിയർപ്പിന്റെ, തന്റെ പരിശ്രമത്തിന്റെ, തന്റെ പ്രയത്നത്തിന്റെ ഫലമായി താൻ ഉദ്ദേശിച്ചതിലേക്കാൾ മികച്ച ഒരു സമുദായത്തെ വാർത്തെടുക്കാൻ സാധിച്ചുവല്ലോ എന്നുള്ള നിർവൃതിയാണ്, സംതൃപ്തിയാണ്, സന്തോഷമാണ് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് പ്രകടമായി കണ്ടത്. ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ, സങ്കടത്തോടെ മരണപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആ സങ്കടം നൽകാൻ കാരണക്കാർ ആ സമുദായത്തിലെ 1-ാം തലമുറക്കാരാണ്. എന്നാൽ സന്തോഷത്തോടെ, ആത്മാഭിമാനത്തോടെ, നിർവൃതിയോടെ, സംതൃപ്തിയോടെ മരണപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ സന്തോഷം ലഭിക്കാൻ, ആ സംതൃപ്തി ലഭിക്കാൻ കാരണക്കാരായത് ഈ ഉമ്മത്തിലെ 1-ാം തലമുറ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ 4 കാരുണ്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോ, ഈ 4 കാരുണ്യത്തെക്കുറിച്ച് നമ്മൾ വാചാലരാകുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഉമ്മത്തിന് അള്ളാഹു നിശ്ചയിച്ചു വെച്ച കാരുണ്യം കിട്ടണമെങ്കിൽ ഈ 4 വഴികൾ സ്വീകരിക്കേണ്ടതുണ്ട്, ഈ 4 മാധ്യമങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഒന്നാമതായി, അള്ളാന്റെ റസൂലിനെ ചാണിന് ചാണായി, മുഴത്തിന് മുഴമായി പിൻപറ്റുന്നിടത്ത് മാത്രമേ ഈ ഉമ്മത്തിന് കാരുണ്യം ലഭിക്കുകയുള്ളൂ, ഈ ഉമ്മത്തിന് റഹ്മത്ത് ലഭിക്കുകയുള്ളൂ. ബിദ്അത്തുകൾ വലിച്ചെറിയുക, പുത്തനാചാരങ്ങൾ വലിച്ചെറിയുക, അനാചാരങ്ങൾ വലിച്ചെറിയുക, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലടിപ്പാടുകളെ പിന്തുടർന്ന് ജീവിക്കാൻ ഈ ഉമ്മത്തെന്ന് തയ്യാറാകുന്നുവോ, ആ അന്ന് മാത്രമേ അള്ളാഹുവിന്റെ കാരുണ്യവർഷം ഈ ഉമ്മത്തിനുണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമതായി, അള്ളാഹു നിശ്ചയിച്ച സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ എപ്പോഴാണോ ഈ ഉമ്മത്ത് തയ്യാറാകുന്നത്, റിയാ മാറ്റിവെച്ചുകൊണ്ട്, ലോകമാന്യത മാറ്റിവെച്ചുകൊണ്ട്, ആരുടെയെങ്കിലും വായിൽ നിന്ന് വീഴുന്ന ആശീർവാദങ്ങൾക്കും അഭിനന്ദനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രവണത മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വജഹിന് വേണ്ടി, സ്വർഗപ്രവേശനത്തിന് വേണ്ടി, നരകമോചനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഈ ഉമ്മത്തെന്ന് തയ്യാറാകുന്നുവോ, അന്ന് മാത്രമേ അള്ളാഹുവിന്റെ അനുഗ്രഹം അനർഘളമായി വർഷിക്കാൻ ഈ ഉമ്മത്തിന് നേടിയെടുക്കാൻ ഈ ഉമ്മത്തിന് കഴിയുകയുള്ളൂ. മൂന്നാമതായി പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ മാതൃകയാക്കി സ്വീകരിച്ചാൽ മാത്രമേ ജീവിതത്തിന്റെ ഏതേത് രംഗങ്ങളിലായാലും, ആഘോഷങ്ങളിലായാലും, ജീവിതത്തിന്റെ ഏത് മണ്ഡലങ്ങളിലായാലും ഈ പരിശുദ്ധ ഖുർആനിന്റെ കൃത്യമായ കൽപ്പനകൾ അനുധാവനം ചെയ്ത് അതിന്റെ മാതൃകയിലൂടെ ജീവിക്കാൻ ഈ ഉമ്മത്തെന്ന് തയ്യാറാകുന്നുവോ, അന്ന് മാത്രമേ അള്ളാന്റെ റഹ്മത്ത് ഈ ഉമ്മത്തിലേക്ക് പെയ്തിറങ്ങുകയുള്ളൂ. നാലാമതായി, ഈ പറയുന്ന കാര്യങ്ങൾ അള്ളാന്റെ റസൂലിനെ പിൻപറ്റുമ്പോ, സ്വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോ, പരിശുദ്ധ ഖുർആനിനെ പിൻപറ്റുമ്പോ, നമ്മുടെ 1-ാം തലമുറയായ ഖൈറുൽ ഖുറൂനി ഖർനി എന്ന് അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച ആത്മാഭിമാനം ഈ ഉമ്മത്തിന് 10 ഇരട്ടിയാക്കി കൊടുത്ത ആ സമുദായമുണ്ടല്ലോ, ആ സമുദായം സഞ്ചരിച്ച കാൽപ്പാടുകൾ നോക്കി, ആ കാൽപ്പാടുകൾ പിൻപറ്റി ആ സമുദായത്തെ ഏത് ചേതോ വികാരമാണോ നയിച്ചത്, അതേ ചേതോ വികാരം നെഞ്ചിലേറ്റിക്കൊണ്ട് ആ സമുദായം ഏത് രീതിയിലാണോ പ്രവർത്തിച്ചത്, ഏത് രീതിയിലാണോ പ്രയത്നിച്ചത്, ആ രീതിശാസ്ത്രം മുഴുവൻ സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ റഹ്മത്ത് നമ്മിലേക്ക് പെയ്തിറങ്ങുകയുള്ളൂ. ഈ ഉമ്മത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം കാരുണ്യം ചെയ്ത, റഹ്മത്ത് ചെയ്ത ഉമ്മത്താണ്. പക്ഷേ ആ റഹ്മത്തിലേക്ക് എത്തിച്ചേരാൻ ഈ ഉമ്മത്തിന് കഴിയുന്നില്ല, അതിൽ പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. പ്രവാചകന്റെ അടുത്തെത്താൻ കഴിയുന്നില്ല, സ്വഹാബത്തിന്റെ അടുത്തെത്താൻ കഴിയുന്നില്ല, പരലോകത്തിന് വേണ്ടി ജീവിക്കാൻ കഴിയുന്നില്ല, ഖുർആൻ അനുസരിച്ച് ജീവിക്കാനും കഴിയുന്നില്ല.
അറിയുക. അത് മാത്രമാണ് നമ്മുടെ വിമോചനം. അള്ളാഹുവിന്റെ കാരുണ്യം മാത്രമാണ് നമുക്കുള്ള സകല പ്രശ്നങ്ങളുടെയും ആത്യന്തികമായ പരിഹാരം. റബ്ബ് സുബ്ഹാനഹു വ തആല ആ പരിഹാരങ്ങളെ യഥാവിധി സ്വീകരിക്കുന്ന ഭാഗ്യവാന്മാരുടെ ഭാഗ്യവതികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.